ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ധാരാളം സന്ദേശങ്ങൾ ഈ നാളുകളിൽ നമ്മൾ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൂടെയും ധാരാളം ശ്രദ്ധിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ലോക്ക്ഡൗണിൻ്റെ നിയന്ത്രണങ്ങൾക്ക് അയവ് വന്ന് ജനജീവിതം സാധാരണഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഗവൺമെൻറ് ജനത്തിന് നൽകുമ്പോൾ തന്നെ ഞായറാഴ്ച ദിവസത്തെ ലോക്ക്ഡൗൺ അഥവാ സൺഡേ ലോക്ക്ഡൗൺ വളരെ ഗൗരവമായി തന്നെ ഗവൺമെൻറ് കാണുകയും ആർക്കും പുറത്തിറങ്ങാൻ പോലും നിർവാഹമില്ലാത്ത വിധത്തിൽ അതിനെ ശക്തമായി നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഞായറാഴ്ച അവധി ദിവസമാണ്. സാധാരണ ഈ ദിവസത്തിലാണ് ജനങ്ങൾ സിനിമയ്ക്കും പിക്നിക്കിനും പർച്ചേസിനും അതുപോലെ തന്നെ ഒരുമിച്ച് കൂടി വരുവാനുമൊക്കെ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നതും. ഇത്തരത്തിലുള്ള ഒത്തുകൂടലുകൾ കോവിഡിൻ്റെ വ്യാപനത്തിന് കാരണമാകും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ വാഹനങ്ങൾ പോലും പുറത്തിറങ്ങാനായിട്ട് അനുവദിക്കാതെ ഗവൺമെൻറ് ജനങ്ങൾ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുവാൻ നിർബന്ധിക്കുന്നത്. ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു നിർബന്ധപൂർവമായ ലോക്ക്ഡൗൺ ജനങ്ങളുടെ മേൽ ഭരമേൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ മേൽ അവർ നിർബന്ധപൂർവം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്, ഈ സൺഡേ ലോക്ക്ഡൗണ് എന്തെങ്കിലും വേദപുസ്തകവുമായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഏത് വിധത്തിലാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അത് നൽകുന്നതായ പാഠം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വേദപുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് മനുഷ്യന്റെ ചരിത്ര ആരംഭം മുതൽ തന്നെ ദൈവം മനുഷ്യന്റെ മേൽ വച്ചിരിക്കുന്നതായ ഒരു പ്രത്യേകമായ നിർദ്ദേശവും നിയമവുമാണ് ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ സൺഡേ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. ചില വേദഭാഗങ്ങൾ നമ്മൾ വേഗത്തിൽ ചിന്തിക്കുകയാണ്. ഒന്നാമതായി ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. എൻ്റെ 3-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്നുകൂടി, അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ വേദപുസ്തകത്തിൻ്റെ സൃഷ്ടി വിവരണത്തിൽ തന്നെ ദൈവം വച്ചിരിക്കുന്ന ഒരു പ്രത്യേക ക്രമീകരണമാണ് 7-ാം ദിവസം വേർതിരിക്കപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത്. നോക്കട്ടെ, നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിലത്തെ ദിവസമായിരുന്നു ശബത്ത് ദിവസമെങ്കിൽ, പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസമാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ശബത്ത് ദിനമെന്ന് നമ്മൾ ഓർക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഈ വേദപുസ്തകത്തിനകത്ത് നിന്ന് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. അപ്പം നമുക്ക് ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം
നമ്മുടെ ശബത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവത്തെ ആരാധിക്കാനായി ദൈവം വേർതിരിക്കപ്പെട്ട ഒരു ദിവസമാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ ദിവസത്തെ വേർതിരിച്ച് ദൈവം നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: യഹോവയായ ദൈവം 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു എന്നാണ്. ഇപ്പൊ 2 പദങ്ങളാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ദൈവം ഈ ദിവസത്തെ ശുദ്ധീകരിച്ചു, ഇംഗ്ലീഷിൽ സാങ്ക്ടിഫൈ എന്നാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു മേക്ക് ഹോളി ഓർ ടു ഡിക്ലെയർ ഹോളി ഓർ ടു സെറ്റ് അപ്പാർട്ട് എന്നാണ്. അതായത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവം ഈ ദിവസത്തെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. ശ്രദ്ധിക്കുക, ദൈവം ശബത്ത് ദിവസത്തെ അല്ലെങ്കിൽ ഈ 7-ാം നാളിനെ ദൈവം ശുദ്ധീകരിച്ച് അതിനെ വേർതിരിച്ചപ്പോൾ ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ദൈവിക ഉദ്ദേശം മനുഷ്യരിലൂടെ ഈ സൃഷ്ടിയിലൂടെ നിറവേറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടാണ് ദൈവം ഈ 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ച് വേർതിരിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനിങ്ങനെ ഭാവന കാണുകയാണ്. എല്ലാ ദിവസത്തിലെയും സൃഷ്ടികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിരിക്കാൻ സാധ്യതയുണ്ട്. ഓരോ സൃഷ്ടിയെയും ദൈവം നോക്കി. ദൈവം മനുഷ്യനെ നോക്കി, ദൈവം മൃഗങ്ങളെ നോക്കി, നദികൾ, വൃക്ഷങ്ങൾ എല്ലാറ്റിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, എത്ര മനോഹരമായിരിക്കുന്നു, എൻ്റെ സൃഷ്ടി എത്ര പെർഫെക്റ്റ് ആയിരിക്കുന്നു. കർത്താവ് ആ ദിവസത്തെ അങ്ങനെ തിരിഞ്ഞു നോക്കി അതിനെ ശുദ്ധീകരിക്കാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു ദിവസത്തെ വേർതിരിച്ച് അതിനെ ശുദ്ധീകരിച്ച് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാമും ഈ ദിവസത്തെ ദൈവത്തിനായി വേർതിരിക്കണം. ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, ദൈവം ചെയ്തതായിട്ടുള്ള വേലയുടെ സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കാനും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തുവാനുമുള്ള ഒരു വിശുദ്ധീകരിക്കപ്പെട്ട വേർതിരിക്കപ്പെടേണ്ടതായ ഒരു ദിവസമാണ് ഈ 7-ാമത്തെ ദിവസമെന്ന് ഒന്നാമത് ഈ കാര്യം പഠിപ്പിക്കുകയാണ്. രണ്ടാമത് ഇതിനകത്ത് നൽകുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗോഡ് ബ്ലസ് ദ സെവന്ത് ഡേ. ഗോഡ് ബ്ലസ് ദ സെവന്ത് ഡേ. 7-ാം ദിവസത്തെ കർത്താവ് അനുഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് വിശദീകരിക്കുവാനായിട്ട് മറ്റൊരു വേദഭാഗം കൂടി ഇതിനകത്ത് ചേർക്കുകയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങൾ 10:22 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല കൂട്ടുന്നില്ല എന്നാണ്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ശ്രദ്ധിക്കണേ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അധ്വാനിക്കണ്ട എന്നല്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മൾ അധ്വാനിക്കാതിരിക്കണം എന്നല്ല, മറിച്ച് നമ്മൾ അധ്വാനിക്കണം, നന്നായി അധ്വാനിക്കണം. പക്ഷേ നമ്മുടെ പ്രയത്ന ഫലത്തെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് നമ്മുടെ പ്രയത്ന ഫലത്തെ അനുഗ്രഹിക്കുന്നത്. നമ്മൾ എത്ര അധ്വാനിച്ചാലും ശരി, നമ്മുടെ പ്രയത്നത്തെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തരുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും അനുഗ്രഹമായി തീരത്തില്ല എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചു നോക്കണം, ഇന്ന് മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ഇന്ന് മനുഷ്യൻ ദൈവസന്നിധിയിൽ ശാന്തമായിരുന്ന് ആരാധിക്കാൻ പോലും സമയമെടുക്കാതെ അങ്ങ് തിരക്കിൽ ജീവിക്കുകയാണ്. പലരും പറയുന്നത് ഒരു ദിവസം മാത്രമാണുള്ളത്, ഈ ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൈം ടേബിൾ വെച്ച് പലപ്പോഴും ദൈവസന്നിധിയിൽ വന്നൊന്ന് തല കാണിച്ച് കൃത്യം നിർവഹിച്ച് മടങ്ങിപ്പോകുന്നതായിട്ടുള്ള 100 കണക്കിന് വിശ്വാസികളെ നമ്മുടെ ദൈവാലയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്? അവര് പണമാണ് ദൈവം എന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണം ആർജിക്കാനായിട്ട്
പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് അവർ ഓടുകയാണ്. കുറച്ച് സമയം കൂടി ലഭിച്ചിരുന്നെങ്കിൽ, ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് മനുഷ്യൻ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മെ ഈ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്ന എന്തെന്ന് അറിയാമോ? യഹോവയുടെ അനുഗ്രഹത്താൽ മാത്രമേ സമ്പത്തുണ്ടാകുന്നുള്ളൂ. അതിന്റെ പ്രയത്നത്തോട് അല്ലെങ്കിൽ അധ്വാനത്താൽ അതിനോടൊന്നും നമുക്ക് കൂട്ടാനായിട്ട് കഴിയുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവം തമ്പുരാൻ ശബത്ത് ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കാനായിട്ടായി തുറന്നു. കർത്താവ് ഈ ദിവസത്തെ അനുഗ്രഹിച്ച് മനുഷ്യന് വേണ്ടി നൽകുമ്പോൾ, സ്നേഹിത സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിരന്തരമായ കഠിനാധ്വാനവും യാത്രകളും നമ്മെ ആത്മീയമായും ശാരീരികമായും തളർത്തിക്കളയും. നിരന്തരമായ അധ്വാനം, നിരന്തരമായ ഓട്ടം നമ്മെ ശാരീരികമായി മാത്രമല്ല ആത്മീയമായി നമ്മളെ തളർത്തിക്കളയാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ദൈവം അനുഗ്രഹിച്ചതായിട്ടുള്ള ഈ ദിവസം സമ്പൂർണമായ ലോക്ക്ഡൗണുമായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വന്നിരുന്നാൽ, ഞാൻ പറയട്ടെ, നമ്മുടെ ആത്മാവിനും നമ്മുടെ ശരീരത്തിനും നമുക്കത് ഗുണം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തുക. ദൈവത്തിന്റെ ആത്മാവിനോട് നിന്നോട് സംസാരിക്കാനുള്ളത് നീ ശ്രദ്ധയോടുകൂടി കേൾക്കുക. കർത്താവിന്റെ ഹിതത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ച് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം പ്രാപിച്ച് പുതുശക്തിയോടുകൂടി അടുത്ത ദിവസങ്ങളിൽ അധ്വാനത്തിനായിട്ട് ഇറങ്ങുമ്പോൾ മനസ്സിന് സ്വസ്ഥത ലഭിക്കും. മനസ്സിന് ലഭിക്കുന്നതായ സ്വസ്ഥത ശരീരത്തിന് നവചൈതന്യം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് കുടുംബത്തിനകത്തും അത് ജീവിത സാഹചര്യങ്ങളിലും പ്രതിഫലിക്കാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് ഒന്നാമത് നൽകുന്നതായ ഒരു പാഠം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ പറയുകയാണ്. യഹോവയായ ദൈവം 7-ാമത്തെ ദിവസത്തെ ശുദ്ധീകരിച്ച് അതിനെ അനുഗ്രഹിപ്പാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണ ലോക്ക്ഡൗണിന്റെ ദിവസമാണ് ദൈവത്തിന്റെ ജനത്തിന് ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം. അവന്റെ ചിന്തകളെല്ലാം, ഹൃദയത്തെയെല്ലാം, മറ്റു പലവിധമായ വിചാരങ്ങളെല്ലാം അടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം നടത്തിയ ദൈവത്തിന്റെ പ്രവർത്തികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ജീവിതത്തെ പുതുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ദിവസം അനുഗ്രഹമായിരിക്കുമെന്നാണ് ഒന്നാമത് നമുക്ക് നൽകുന്നതായിട്ടുള്ള പാഠം. രണ്ടാമത്തെ ആലോചന എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാനോർക്ക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ദൈവവും ഇസ്രായേൽ ജനങ്ങളും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിന്റെ അടയാളമാണ് ശബത്ത്. എന്താണ് ഈ ശബത്തിന്റെ പ്രത്യേകത? ദൈവവും ഇസ്രായേൽ ജനങ്ങളും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിന്റെ അടയാളമാണ് ഈ ശബത്ത് എന്ന് പറയുന്നത്. ആ ശബത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നതായിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ നിനക്കെന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർക്കണം. ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർക്കണം. അതാണ് പറയുന്നത്, ശബത്ത് നാളിനെ നീ ശുദ്ധീകരിക്കാനായിട്ട് ഓർത്തുകൊള്ളണം. അപ്പൊ എന്താണ് ഓർക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാക്കുന്നത് ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമാണ്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ
സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന കൽപ്പനകളുടെ കൂട്ടത്തിൽ പറയുന്ന ഇങ്ങനെയാണ്: നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. എന്താ ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഇവിടെ ഇതാ ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ പറയുകയാണ്: നീ ആരായിരുന്നു? നീ അടിമയായിരുന്നു. നീ മിസ്രയീമിലെ അടിമത്വത്തിലായിരുന്നു. ആ അടിമത്വത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചു കൊണ്ടുവന്നത് നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ ബലം കൊണ്ടല്ല, നിന്റെ നേതൃത്വം കൊണ്ടല്ല, മറിച്ച് യഹോവയായ ഞാനാണ്. ഞാൻ നിന്നെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നതിനെ സ്മരിക്കാനുള്ള ദിവസമാണ് ഈ ശബത്ത് ദിവസം. അപ്പൊ ലോക്ക്ഡൗൺ, സൺഡേ ലോക്ക്ഡൗൺ എന്തിനുള്ളതാണ്? സൺഡേ ലോക്ക്ഡൗൺ ദൈവം എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കാൻ, ദൈവസന്നിധിയിൽ താണിരുന്ന് ഓർക്കുവാനും ധ്യാനിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ദിവസമാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ച് എന്താണ് നൽകുന്ന പാഠമെന്ന് ചോദിച്ചാൽ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് ഉയർപ്പിക്കാനായിട്ടിടയായി തീർന്നു. ആരോടുകൂടെ? യേശുവിനോടുകൂടെ നമ്മെയും ദൈവം തമ്പുരാൻ ഉയർപ്പിക്കാനിടയായി തീർന്നു. പാപത്തിന്റെ അടിമത്വത്തിൽ കിടന്ന, പൈശാചിക പീഡനങ്ങളാൽ ഞെരുങ്ങിക്കിടന്ന എന്നെ നിങ്ങളെയും വിടുവിച്ച് ദൈവം സ്വതന്ത്രമാക്കിയ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും നമുക്കായി ദൈവം പകർന്നു നൽകിയ ദൈവിക രക്ഷയുടെ, ദൈവിക വീണ്ടെടുപ്പിന്റെ, ദൈവിക വിടുതലിന്റെ മഹത്വത്തെ ഓർക്കുന്ന ദിവസമാണ് ഈ ശബത്ത് ദിവസം. സുഹൃത്തെ, ദൈവം നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർക്കണം. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് ഓർക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഒരിക്കലും ഈ സ്തോത്രം സൺഡേ, ഈ ഞായറാഴ്ച ദിവസം അവൻ ഓടി നടക്കാൻ കഴിയത്തില്ല. അവൻ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കും. കർത്താവ് ചെയ്തതിനെ ഓർക്കും, ദൈവത്തിന് നന്ദി പറയും, കർത്താവിന് സ്തോത്രം കരേറ്റുമെന്ന് ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വിശ്വസിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവം ചെയ്തത് ഓർക്കുവാനുള്ള ഒരു നല്ല അവസരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സൺഡേ ലോക്ക്ഡൗൺ. ഇതിനോട് ചേർത്തൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണേ. നിങ്ങൾ വേദപുസ്തകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം ബാബിലോണ്യ അടിമത്വത്തിലേക്ക് നീണ്ട 70 വർഷക്കാലം ഇസ്രായേൽ ജനങ്ങൾക്ക് സ്വന്തം നാട്ടിൽ പാർക്കാൻ കഴിയാതെ അന്യനാട്ടിൽ അല്ലെങ്കിൽ അന്യരാജ്യത്ത് ഒരു രാജ്യത്തിലെ രാജാവിന്റെ അടിമകളായി, സേവകന്മാരായി കഴിയാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇസ്രായേൽ ജനങ്ങൾ യഹോവയുടെ ശബത്തുകളെ ലംഘിച്ചതാണ്. ഇസ്രായേൽ ജനങ്ങൾ യഹോവയുടെ ശബത്തുകളെ ലംഘിച്ചതാണ് പ്രവാസത്തിലേക്ക്, ബാബിലോണിയ അടിമത്വത്തിലേക്ക് ഈ ജനം പോകുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, ലേവ്യ പുസ്തകം 26-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തമ്പുരാൻ കൃത്യമായി പറയുന്നുണ്ട്: യഹോവയുടെ ശബത്തുകളെ നീ ആചരിക്കണം. നീ ആചരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ അന്യദേശക്കാരുടെ കയ്യിലേൽപ്പിക്കും. എന്നിട്ട് എൻ്റെ രാജ്യത്തെ ഞാൻ സ്വസ്ഥമായിട്ടിട്ടിരുന്ന് ഞാൻ ആ ശബത്തിനെ അനുഷ്ഠിക്കും എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം തമ്പുരാൻ യഹോവയുടെ ശബത്തുകളെ ആചരിച്ചത്, അത് നിവർത്തിച്ചത് എങ്ങനെയെന്നറിയാമോ? ഈ ജനം ആ നാട്ടിൽ കൃഷി ചെയ്യാതെ അവരെ ദൈവം അന്യനാട്ടിൽ അടിമകളാക്കി പറഞ്ഞു വിട്ടിട്ട് ആ രാജ്യത്തെ ദൈവം, ഇസ്രായേൽ സാമ്രാജ്യത്തെ ദൈവം കൃഷിഭൂമികളെല്ലാം തരിശു നിലങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണേ. ആളുകളുടെ മനസ്സിനകത്ത് ചിന്തിക്കുന്നത്, എന്തിനാണ് ഈ ദിവസം വേർതിരിച്ചിരിക്കുന്നത്?
ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ നഷ്ടം ചിലപ്പോൾ ആയിരങ്ങളായിരിക്കാം. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ പട്ടിണിയാവാം. ഒരു ദിവസം കൂടി ജോലിക്ക് പോയാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ കണക്കൂട്ടുന്നതായിരിക്കും. ഇസ്രായേൽ ജനങ്ങൾ അങ്ങനെയാ കണക്കൂട്ടിയത്. അവരെന്തെന്നറിയാൻ ചിന്തിച്ച് അവർ വിചാരിച്ച, ദൈവമേ, ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ഏഴാമത്തെ ദിവസം ഒരു വേലയും ചെയ്യാൻ പാടില്ല, വീട്ടിൽ സ്വസ്ഥമായിരുന്ന ദൈവത്തെ ആരാധിക്കണം. ഇവിടെ വലിയൊരു നഷ്ടമല്ലേ? അവരുടെ ബുദ്ധി പറഞ്ഞത് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അവർ ജോലിക്ക് പോകാനായിട്ട് യഹോവയുടെ ശബത്തുകളെ ലംഘിക്കാനിടയായി തീർന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് ഏഴാമത്തെ ദിവസം ശബത്ത് ദിവസമാണ്. ഏഴാമത്തെ വർഷം അവരുടെ ശബത്ത് വർഷമാണ്. 49 വർഷം കഴിഞ്ഞ് 50-ാമത്തെ വർഷം ജൂബിലി വർഷമാണ്. ഏഴാമത്തെ വർഷം ഭൂമി തരിശിട്ടിരിക്കണം. 50-ാമത്തെ വർഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, ഈ ജൂബിലി വർഷത്തിൽ അടിമകളെ സ്വതന്ത്രമാക്കണം. വസ്തുക്കളെ കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ആരുടെയെങ്കിലും സ്വത്തുക്കളോ പണമോ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഇത് ദൈവം കൊടുത്ത കൽപ്പനയാണ്. ഇസ്രായേൽ ജനങ്ങൾ പറഞ്ഞു, ഒരു വർഷം ഭൂമി തരിശിട്ടിരുന്നാൽ കണക്ക് കൂട്ടിയപ്പോൾ എന്തുമാത്രം നഷ്ടം അവർക്ക് വരും. അപ്പൊ അവരെന്ത് ചെയ്ത്? അവര് പറഞ്ഞു, ഇത് നഷ്ടം, ഇത് കൃഷി ചെയ്യാതെ ഇടുന്നത് ഭോഷത്വമാണ്. പക്ഷെ കൃഷി ചെയ്തപ്പോ ദൈവത്തിന്റെ കൽപ്പനയെ അവർ ലംഘിക്കുകയായിരുന്നു. അങ്ങനെ 70 വർഷം അവർ ശബത്ത് ആചരിച്ചില്ല. ദൈവത്തിന്റെ കൽപ്പന 70 വർഷം ലംഘിച്ചപ്പോ പ്രവാചകന്മാരെ അയച്ച് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ 70 വർഷം പ്രവാസത്തിൽ കൊണ്ടുപോകും. അങ്ങനെ അവർ പ്രവാസത്തിൽ പോകാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, ശബത്തിനെ ലംഘിച്ചത് കൊണ്ടാണ്. ഞാൻ ഈ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ശബത്ത്, യഹോവയുടെ ശബത്ത് പാർട്ടി നടത്താനും മദ്യപിക്കാനും വിവാഹം നടത്താനും മറ്റ് തോന്നിയതുപോലെ പ്രവർത്തിക്കുവാനുള്ള ദിവസമല്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. ഈ ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തിന് സ്തുതിയും ആരാധനയും കരേറ്റുവാനായി ദൈവം വേർതിരിക്കപ്പെട്ട ദിവസമാണ് ഏഴാമത്തെ ദിവസം. നമ്മളത് നിഷേധിക്കുമ്പോൾ, നമ്മളതിനെ പുച്ഛിച്ച് തള്ളുമ്പോൾ വേറൊരു തരത്തിൽ ഈ ദൈവം നമ്മോട് ഇടപെടുവാനായിട്ടിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങളും പരാജയങ്ങളും വേറെ തരത്തിലായിരിക്കും. നമ്മൾ പലപ്പോഴും അടിമത്വത്തിൽ പോകുന്നത് നമ്മൾ അറിയത്തില്ല. നമ്മൾ ചോദിക്കും, ദൈവമേ, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ത്? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ പേരിൽ നീ കൃത്യമായ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു ദൈവവൈതലാണോ? കൃത്യമായി ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാനായിട്ട് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇത് ദൈവം എനിക്ക് തന്ന, വേർതിരിക്കപ്പെട്ട, ശുദ്ധീകരിച്ച് തന്ന ഒരു ദിവസമാണെന്ന് ചിന്തിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഞാൻ പറയട്ടെ, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയുമോ? കർത്താവ് നമ്മെ ഈ വചനങ്ങളിലൂടെ ശക്തീകരിച്ച് നമ്മെ ബലപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വിശുദ്ധീകരിച്ച് വേർതിരിച്ച് നൽകിയതായ ഏഴാം ദിവസത്തെ യഹോവയുടെ ശബത്ത് നാളിനെ നാം പലപ്പോഴും ലംഘിക്കുകയും നിസാരവൽക്കരിക്കുകയും അവഗണിക്കുകയും നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വേർതിരിക്കുകയും ചെയ്തുവോ? ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ കുഞ്ഞെ, ഞായറാഴ്ച ദിവസം പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ, കർത്താവെ, ഞാൻ കർത്തൃ ദിവസത്തെ ഒരു ചടങ്ങായി മാത്രം കണ്ട് അതിൻ്റെ ഗൗരവത്തെയും തീക്ഷ്ണതയും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ല. എൻ്റെ കർത്താവെ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
മടങ്ങി വരികയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നവരെ കൈക്കൊള്ളുന്ന ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിൽ ഞാൻ നിങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സ്നേഹസ്വരൂപനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ശാന്തമായ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് ദൈവമേ സൺഡേ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ വചനം എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാനും തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അത്ഭുതങ്ങൾ ഈ പ്രഭാതത്തിൽ ദൈവമേ നീ അവർക്ക് വേണ്ടി ചെയ്യണമേ. കർത്താവേ, നിന്റെ നീതിയുള്ള കരം അവർക്ക് വേണ്ടി നീട്ടണമേ. ആരുടെയും കുറവുകളെ കണക്കെടുത്ത് ദൈവമേ ഇന്ന് അവരോട് ക്ഷമിക്കണമേ. പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുതിയ അഭിഷേകവും കൃപയും വ്യാപരിക്കട്ടെ. അവിടെ കുടുംബങ്ങൾക്കകത്ത് നഷ്ടപ്പെട്ടു പോയ ദൈവിക സമാധാനങ്ങൾ തിരികെ ലഭിക്കട്ടെ. കർത്താവേ, ദൈവമേ അവിടെ കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയതായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഇന്നു മുതൽ അവർക്ക് തിരികെ ലഭിച്ചു തുടങ്ങുന്ന ദിവസമായി മാറട്ടെ. കർത്താവേ, ജീവിതത്തിലൊരു ബ്രേക്ക് ത്രൂവിന്റെ നാളുകളാക്കി ദൈവം മാറ്റുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. ഞങ്ങളെ അത്ഭുതകരമായി ദൈവം നടത്തണമേ. തുടർന്നും ദൈവം ഞങ്ങളെ പരിപാലിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു.